Hi guys, welcome to VLearn Study Platform. Fast News GS Paper 2 Education related ആർട്ടിക്കിളാണ് ഗെറ്റിംഗ് ന്യൂട്രീഷൻ ബാക്ക് ഓൺ ദി സ്കൂൾ ഹൈ ടേബിൾ. സോ ഈ ഒരു ആർട്ടിക്കിളിൽ കുട്ടികൾക്കിടയിലുള്ള ആ ഒരു ന്യൂട്രീഷനെ പറ്റിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ സ്കൂൾസ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണില്ലേ. സോ നമ്മുടെ രാജ്യത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾസ് മാത്രമല്ല, കമ്പനീസ് ആണെങ്കിലും ഷോപ്സ് ആണെങ്കിലും റെസ്റ്റോറൻ്റ് ആണെങ്കിലും മൂവി തിയേറ്റർ ആണെങ്കിലും എല്ലാം തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. സോ നമ്മളും ഈ ഒരു സൊസൈറ്റിയുടെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആ ഒരു ന്യൂട്രീഷൻ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഗുഡ് ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണമില്ലേ. സോ നമുക്കറിയാം ഇപ്പം ഫ്യൂച്ചറിലും ഒരുപാട് ചലഞ്ചസ് ഇനി വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തരത്തിൽ എമേർജ്ഡ് ആയിട്ട് വരുന്ന ഇത്തരത്തിലുള്ള പുതിയ പുതിയ ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എല്ലാവരിലും ഗുഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ഒരു ന്യൂട്രീഷനെ പറ്റി പറയുമ്പം നമുക്കറിയാം ഈ ഒരു പാൻഡമിക് ടൈമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതല്ല ഈ ഒരു ന്യൂട്രീഷൻ ചലഞ്ചസ് എന്ന് പറയുന്നത്. സോ ന്യൂട്രീഷൻ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ മൽ ന്യൂട്രീഷൻ ആണെങ്കിലും സ്റ്റണ്ടിങ് ആണെങ്കിലും വേസ്റ്റിംഗ് ആണെങ്കിലും ഇതൊക്കെ ന്യൂട്രീഷൻ ചലഞ്ചസ് ആണില്ലേ. ഇതെന്ന് പറയുന്നത് പാൻഡമിക് ടൈമിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. അതായത് പാൻഡമിക്കിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചലഞ്ചസ് ആണ് ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ ചലഞ്ചസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പാൻഡമിക് ടൈമും കൂടി വന്നതുകൊണ്ട് നമുക്കിപ്പോൾ ചൈൽഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളൊരു കാര്യമാണ്. സോ നമ്മളിപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുമ്പോഴേക്കും നമുക്കെന്താണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡിക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇല്ലേ. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രിപ്പിൾ ബേർഡൻ ആണുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ന്യൂട്രീഷൻ, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയ്റ്റ് അഥവാ ഒബേസിറ്റി, തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. സോ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കോമ്പോണൻ്റ് ആണ്. ഇപ്പം മൈക്രോ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ അയണിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ സിങ്കിൻ്റെ കണ്ടൻറ്റ്, കാൽസ്യം, ഒപ്പം തന്നെ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട് അല്ലേ. ഇതെല്ലാം തന്നെ സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുണ്ട്. അതിനുവേണ്ടി അതിനനുസരിച്ച് അതടങ്ങുന്ന ഫുഡ് നമ്മുടെ ആ ഒരു ഡയറ്റിൽ കൊണ്ടുവരണം. ഇപ്പം അയൺ എന്ന് പറയുമ്പോഴേക്കും ഹീമോഗ്ലോബിൻ്റെ ആ ഒരു കണ്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അയൺ എത്രത്തോളം നമ്മുടെ ബോഡിയിലുണ്ടെന്നാണ്. ഇപ്പോൾ ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് കുറവാണെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത് ഇല്ലേ. ഒപ്പം തന്നെ ഈ ഒരു മൈക്രോ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മെമ്മറി ഫോർമേഷന് വേണ്ടിയും അതിൻ്റെ ഇമ്മ്യൂണിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് ഈ ഒരു കുട്ടികളുടെ ഈ ഒരു ന്യൂട്രീഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോഴേക്കും മൈക്രോ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാണാൻ പറ്റും. കാരണം കുട്ടികൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ എന്താണ്, ആ ഒരു ഫുഡിൽ എല്ലാ കണ്ടൻറ്റും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോഴേക്കും അതിപ്പോൾ വെജിറ്റബിൾസിലുണ്ട്, ഫ്രൂട്ട്സിലുണ്ട്, ഒപ്പം തന്നെ ഗ്രെയിൻസിലുണ്ട്, നട്ട്സിലുണ്ട്. സോ ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു ഡയറ്റിൽ എല്ലാം ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഓരോ ന്യൂട്രിയൻറ്റും നമ്മുടെ ബോഡിയിൽ എന്താവും, ഡെഫിഷ്യൻ്റ് ആവും. ഈ ഒരു ഡെഫിഷ്യൻസിയാണ് പിന്നീട് മറ്റ് രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ഈ ഒരു ട്രിപ്പിൾ ബേർഡൻ ആണ് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതനുസരിച്ചുള്ള മെഷേഴ്സാണ് ഫസ്റ്റ് കൊണ്ടുവരേണ്ടത്. സോ ഇവിടെ ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നമുക്കൊരു ക്വാളിറ്റി ഉള്ളൊരു ഡയറ്റ് കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്താണ്, സോഷ്യോ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിനെ ആയിരിക്കും അത് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ COVID-19. നമുക്കിവിടെ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അതായത് നമ്മുടെ ഫുഡിൽ ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കണം. അതായത് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കണം, ഫാറ്റ് ഉണ്ടായിരിക്കണം, വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം. സോ അത് ബാലൻസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കുകയും വേണം. സോ നമ്മുടെ ബോഡിയിൽ എന്താണോ ആവശ്യം അത്ര റിക്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവത്തുള്ളൂ. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ മിഡ് ഡേ മീൽ സ്കീം ഉള്ളത്. ഈ ഒരു മീൽ സ്കീമിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള പുതിയ സ്കീമായിരുന്നു PM പോഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു മിഡ് ഡേ മീൽ സ്കീം പ്രധാനമായിട്ട് ഈ ഒരു അപ്പർ പ്രൈമറി സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസിനെയൊക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ പുതിയ PM പോഷൻ ബാൽവാഡീസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി സ്റ്റുഡൻസിന് 450 കിലോ കലോറി എനർജിയും 12 ഗ്രാം പ്രോട്ടീനും, ഒപ്പം തന്നെ അപ്പർ പ്രൈമറി സ്റ്റുഡൻസിന് 700 കിലോ കലോറിയും എനർജിയും ഒപ്പം തന്നെ 20 ഗ്രാം പ്രോട്ടീനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ കുട്ടികൾക്കിടയിലുള്ള ആ ഒരു ഹീമോഗ്ലോബിൻ ലെവൽസ് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ന്യൂട്രീഷൻ എക്സ്പേർട്ടിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ഒരു സ്കീമിൻ്റെ മറ്റൊരു ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രി ഗാർഡൻസ് ആണ്. ന്യൂട്രി ഗാർഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അംഗൻവാടീസ് അല്ലെങ്കിൽ ബാൽവാടീസിലുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യും,
പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് ഫ്രൂട്ട്സ് ഉള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, ഇവർക്കുള്ള ഈ ഒരു പോഷൻ സ്കീം ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഇവിടെ നിന്നുള്ള ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടി ആ ഒരു മീലിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ന്യൂട്രി ഗാർഡൻസും കൂടി ഫോക്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വെൽബീയിങ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഇല്ലേ. അതിപ്പോൾ COVID-19 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗുഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഗുഡ് ന്യൂട്രീഷൻ, ഒപ്പം തന്നെ സേഫ് ആയിട്ടുള്ള ഫുഡ്, ഒപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് ഇമ്മ്യൂണിറ്റി അക്വയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഒപ്പം തന്നെ GS പേപ്പർ 2 ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ് ലിവിങ് ഓൺ ഡെത്ത് റോ വിത്ത് ഇൽനെസ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ പ്രിസണേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് മന്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് വർത്തി എ മെൻ്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവ് ഓഫ് ഡെത്ത് പെനാൽറ്റി. സോ ഈ ഒരു ഡെത്ത് പെനാൽറ്റി ഇപ്പോഴും നിലനിൽക്കുന്ന 55 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ നമ്മുടെ രാജ്യത്ത് എന്താണ് ഹീനിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്യുന്ന അത്തരത്തിലുള്ള ക്രൈംസിനാണ് നമ്മൾ ഡെത്ത് പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2012 ഡൽഹിയിലെ ഗ്യാങ് റേപ്പ്. ഈ ഒരു റിപ്പോർട്ടിൽ മെയിനായിട്ട് ഇന്ത്യയിലുള്ള ആ ഒരു പ്രിസൺസിലുള്ള ഡെത്ത് റോയിലുള്ള 88 പ്രിസണേഴ്സിൻ്റെ ഡീറ്റെയിൽ ഹിസ്റ്ററീസാണ് നോക്കിയത്. ഇതിൽ നിന്നുള്ള ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ 88 പേരെയാണ് നോക്കിയത്. അതിൽ 30 പേർക്ക് ഡിപ്രഷൻ ഇൽനെസ് ഉണ്ട്, 19 പേർക്ക് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്, 3 പേർക്ക് സൈക്കോട്ടിക് എപ്പിസോഡ്സും ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 88 പേരിൽ 8 പേര് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ഒരു ടോട്ടൽ ആയിട്ടുള്ള പ്രിസണേഴ്സിൽ 11% ഡെത്ത് റോയിലുള്ള പ്രിസണേഴ്സാണ്. ഇവർക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഡിസബിലിറ്റീസ് ഉണ്ട്, ഒപ്പം തന്നെ ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ്ങിൽ ഡെഫിസിറ്റും ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ്റെ കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഡിസോർഡർ സഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഴ്സൺസിന് ഡെത്ത് പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? മെൻ്റൽ ഇൽനെസ് വരുമ്പോഴേക്കും അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ലല്ലേ. അതായത് ഇപ്പോൾ മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു വക്കീലുമായി പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനോ ട്രയലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനോ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളൊന്നും പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യാനോ പറയാനോ മനസ്സിലാക്കാനോ ഒന്നുമുള്ള എബിലിറ്റി ആ ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവില്ല. പക്ഷേ പല രാജ്യങ്ങളിലെ നിയമങ്ങൾ ഇത് പ്രോഹിബിറ്റ് ചെയ്യപ്പെടുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് 2 കേസാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വെസസ് സന്തോഷ് മാരുതി 2014 കേസ്. ഈ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകൺട്രോളബിളായിട്ട് വന്നിട്ടുള്ള ഒരു ബസ് 9 പേരുടെ ജീവൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡെത്ത് പെനാൽറ്റി കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ബോംബെ ഹൈക്കോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ വരുമ്പോഴേക്കും ആ വ്യക്തി പ്രയറായിട്ട് എന്താണ് ഇത്തരത്തിലുള്ള മെൻ്റൽ ഇൽനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഇൻസിഡൻസോ മറ്റോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രയർ ഡീറ്റെയിൽസ് മാത്രം കൊണ്ട് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പ്രയർ ട്രീറ്റ്മെൻറ്റ് കേസ് അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് സഫീഷ്യൻ്റ് അല്ല എന്നാണ് ബോംബെ ഹൈക്കോർട്ട് പറയുന്നത്. അതായത് ബോംബെ ഹൈക്കോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയർ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് മാത്രം പോരാ, ആ ഒരു ഒഫൻസ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഇൻഡിവിജ്വൽ അൺസൗണ്ട് ആയിട്ടുള്ള മൈൻഡ് ഉള്ളതാണോ അല്ലെങ്കിൽ ആ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ആക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണോ എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സിംപ്ലി പ്രയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊണ്ട് മാത്രം നമുക്ക് ഡെത്ത് പെനാൽറ്റി ഒഴിവാക്കാൻ പറ്റില്ല. നെക്സ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുഘ്നൻ ചൗഹാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014 കേസാണ്. ഇതിൽ നമ്മുടെ ഹോണറബിൾ സുപ്രീം കോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഇൽനെസ് പ്രൂവ്ഡ് ആണെങ്കിൽ ഡെത്ത് സെൻറ്റൻസിൽ നിന്ന് ലൈഫ് ഇംപ്രിസൺമെൻറ്റിലേക്ക് കമ്മ്യൂട്ടേറ്റ് ചെയ്യണമെന്നാണ്. സോ ഈ ഒരു കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം പാർഡനിങ് പവർ ഉണ്ട് അല്ലേ, ഗവർണറിനുമുണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കുമുണ്ട്. സോ ഇത് ലക്ഷ്മികാന്തിലെ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ്. സോ ഈ ഒരു പാർഡനിങ് പവറിൽ നമുക്കറിയാം കമ്മ്യൂട്ടേഷൻ ഉണ്ട്, റെമിഷൻ ഉണ്ട്, റിപ്രൈവ് ഉണ്ട്. ഇതെല്ലാം തന്നെ ആ ഒരു ലക്ഷ്മികാന്തിലെ ചാപ്റ്ററിൽ ഒന്ന് നോക്കിയേക്കുക കേട്ടോ.
സോ നമുക്ക് വേ ഫോർവേഡായിട്ട് പറയുന്നതും ഒരു കേസ് തന്നെയാണ്. ബച്ചൻ സിംഗ് വെസസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1918. ഈ കേസിൽ സുപ്രീം കോർട്ട് ഒരു ഡെത്ത് പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ കോർട്ടും എന്തൊക്കെ കൺസിഡർ ചെയ്യണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഈ ഗൈഡ് ലൈൻസിൽ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളിപ്പം ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു വ്യക്തി അതിൻ്റെ കോൺസിക്വൻസ് മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത്, അതോ ഇമോഷണൽ ഡിസ്റ്റർബൻസോ എക്സ്ട്രീം ആയിട്ടുള്ള മെൻ്റൽ ഡിസ്റ്റർബൻസോ ഉള്ള ടൈമിലാണോ ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ കോൺസിക്വൻസ് മനസ്സിലാക്കി മനഃപൂർവ്വമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡെത്ത് പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. സോ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് ഹിസ്റ്ററിയും കൂടി ഓരോ കേസുകൾ വരുമ്പോൾ കോർട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ഒരു ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴേക്കും സോഷ്യൽ അപ്രോച്ചിലൂടെ വേണം കോർട്ടുകൾ ഓരോ കേസുകളും എടുക്കാൻ. ഒപ്പം തന്നെ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ മെൻ്റൽ സ്റ്റേറ്റും കൂടി റിലേറ്റ് ചെയ്താലേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു റിപ്പോർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മെൻ്റൽ ഹെൽത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ്. പാൻഡമിക് ടൈമിലാണ് ഏറ്റവും കൂടുതൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ആ ഒരു പ്രയോറിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് നേരത്തെ പറഞ്ഞിരുന്നു, സോഷ്യൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. സോ ഇത് സോഷ്യൽ ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ പുവേർട്ടി കാരണം നമുക്ക് ഒരുപാട് ഇമോഷണൽ ഡിസ്റ്റർബൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം മറ്റൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചൈൽഡ്ഹുഡ് അബ്യൂസ്. സോ ഈ ഒരു ചൈൽഡ്ഹുഡ് അബ്യൂസ് നടന്നതിന് ശേഷം പിന്നീട് ആ ഒരു കുട്ടി പിന്നീട് ഒരു ഇൻഡിവിജ്വലായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ട് മാറുമ്പം അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട് മുമ്പുള്ള ആ ഒരു ഇൻസിഡൻസിൻ്റെ ആ ഒരു എക്സ്ട്രീം മെൻ്റൽ സ്ട്രെസ്സ് പിന്നീട് ആ ഒരു ലൈഫിൽ ത്രൂ ഔട്ട് ഉണ്ടാവുമില്ലേ. ഇതിനെയാണ് മെൻ്റൽ ഇൽനെസ്സിൻ്റെ ആ ഒരു സോഷ്യൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് കൺസിഡർ ചെയ്യുമ്പം ഇത്തരത്തിലുള്ള സോഷ്യൽ ഡിറ്റർമിനൻസിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നും കൂടിയാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഇൻഫോർമൽ സെക്ടർ ഷ്രങ്ക് ഷാർപ്ലി ഇൻ 2020-21. സോ നമ്മുടെ എക്കണോമി നോക്കുകയാണെങ്കിൽ ഫോർമൽ സെക്ടറുമുണ്ട് ഇൻഫോർമൽ സെക്ടറുമുണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ SBIയുടെ റീസർച്ച് റിപ്പോർട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഇൻഫോർമൽ സെക്ടർ നോക്കുകയാണെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ 2014 റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇൻഫോർമൽ സെക്ടറിൽ ഉള്ള വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 93% വരും. സോ ഈ SBIയുടെ റീസർച്ച് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം പറയുന്നത്, ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോഴേക്കും വൈഡ് വേരിയേഷൻസ് ആണുള്ളത്. അഗ്രികൾച്ചർ സെക്ടറിൽ ഇൻഫോർമൽ സെക്ടർ വർക്ക് ഫോഴ്സ് ഉണ്ട്, ഇൻഫോർമൽ ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ മാനുഫാക്ചറിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കാണാം. സർവീസ് സെക്ടറിലാണെങ്കിലും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട്. സോ എല്ലാ റേഞ്ചിലും എല്ലാ സെക്ടേഴ്സിലും വൈഡ് വേരിയേഷനിലാണ് ഈ ഒരു ഇൻഫോർമൽ വർക്കേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ എക്കണോമിയിൽ ഇൻഫോർമൽ വർക്കേഴ്സിൻ്റെ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ആ ഒരു പോളിസി പേപ്പർ നോക്കുകയാണെങ്കിൽ 2011-12 ടൈമിൽ നമ്മുടെ ഈ ഒരു ഇൻഫോർമൽ എക്കണോമിയുടെ ഗ്രോസ് വാല്യൂ ആഡഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53.9% പിന്നീട് ഒരു ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു റേറ്റിന് അടുപ്പിച്ച് വന്നിട്ടുള്ളത് 2017-18 ടൈമിലായിരുന്നു. അതായത് ഏകദേശം 52.4% കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2017-18 ഇൻഫോർമൽ സെക്ടറിൽ ഒരു 52% ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള GVA കാണിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്നാൽ 2020-21 വന്നപ്പോഴേക്കും ഈ ഒരു വാല്യൂ 20%-ൽ നിന്നും ഒന്ന് കൂടിയില്ല. അതായത് ഒരു 15%-20% കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഇൻഫോർമൽ വർക്കർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എക്കണോമിയിലെ എല്ലാ സെക്ടേഴ്സിലും ഉണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ നോക്കുകയാണെങ്കിൽ 2017-18 ടൈമിൽ 97% കാണിച്ചിട്ടുണ്ടെങ്കിൽ 2020-21 വന്നപ്പോഴേക്കും 70-75% GDP ഗ്രോത്ത് കാണിക്കുന്നുള്ളൂ. നമുക്കറിയാം പാൻഡമിക് ടൈമിൽ ആകെ പോസിറ്റീവ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ളത് അഗ്രികൾച്ചർ സെക്ടറിലാണല്ലേ. അവിടെ തന്നെ ഡിപ്പ് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിലും സർവീസ് സെക്ടറിലും എത്രത്തോളം ഡ്രോപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഈ ഒരു ടോട്ടൽ എക്കണോമിക് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻഫോർമൽ സെക്ടറിൻ്റെ ആ ഒരു GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പായെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. എ ഹെഡ് ഓഫ് COP26 ഇന്ത്യൻ സൈറ്റ് ഹൈലൈറ്റ് എമിഷൻ ഗ്യാപ്പ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസിനും ഇടയിലുള്ള എമിഷൻ ഗ്യാപ്പിനെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു വെബ്സൈറ്റ് ഇന്ത്യൻ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈറ്റിനെ ക്ലൈമറ്റ് ഇക്വിറ്റി മോണിറ്റർ എന്നാണ് വിളിക്കുന്നത്. സോ ഇത് മെയിനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസിനും ഇടയിലുള്ള എമിഷൻ ഡിസ്പാരിറ്റിയെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ആ ഒരു ഫോക്കസ് എന്ന് പറയുമ്പോഴേക്കും ഇക്വിറ്റി ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ്, ഒപ്പം തന്നെ എക്സ്പേർട്ട്, എല്ലാ രാജ്യങ്ങളിലുള്ള എക്സ്പേർട്ടിൻ്റെ ആ ഒരു എൻഗേജ്മെൻറ്റും കൂടിയാണ്. സോ ഈ ഒരു ക്ലൈമറ്റ് ഇക്വിറ്റി മോണിറ്ററിംഗ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഓരോ രാജ്യങ്ങളുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുകയാണല്ലേ. സോ ഈ ഒരു മോണിറ്ററിംഗ് എന്ന് പറയുമ്പോഴേക്കും അനെക്സ് 1 പാർട്ടീസും ഉണ്ട്, നോൺ അനെക്സ് 1ഉം ഉണ്ട്. അനെക്സ് 1 പാർട്ടീസ് എന്ന് പറയുമ്പോഴേക്കും ഡെവലപ്ഡ് കൺട്രീസ് ആണ്, നോൺ അനെക്സ് 1 എന്ന് പറയുമ്പോഴേക്കും ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കീ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസിൻ്റെ എമിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണില്ലേ. നമ്മൾ ക്ലൈമറ്റ് ജസ്റ്റിസിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡെവലപ്പിംഗ് കൺട്രീസിനേക്കാളും കൂടുതൽ സ്റ്റീപ്പറായിട്ടുള്ള ടാർഗറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് ഡെവലപ്ഡ് കൺട്രീസ് തന്നെയാണ്. നമുക്കറിയാം COP26 കൂടുതൽ രാജ്യങ്ങളും സീറോ എമിഷൻ ടാർഗറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് എത്തിക്കലി കറക്റ്റായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഈ ഒരു എമിഷൻ്റെ ബേസിസിൽ ഒരു ഡിഫറൻസ് ഇട്ടായേ പറ്റത്തുള്ളൂ ഇല്ലേ. ഇതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കീ ഫോക്കസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, നമ്മളിപ്പം കാർബൺ എമിഷൻസ് നോക്കുവാണെങ്കിൽ, ആനുവലി ഉള്ള എമിഷൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ US ആണ്, സെക്കൻഡ് ചൈന, തേർഡ് എന്ന് പറയുന്നത് ഇന്ത്യ ആണ് അല്ലേ. സോ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ലാർജസ്റ്റ് എമിറ്റർ ആണ്. ഇത് കൂടാതെ തന്നെ നമ്മളിപ്പം ഹിസ്റ്റോറിക്കൽ എമിഷൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th പൊസിഷനാണ്. പക്ഷെ നമ്മളിപ്പോൾ പെർ ക്യാപിറ്റ എമിഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ പോപ്പുലേഷനുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ വെച്ചിട്ടുള്ള എമിഷൻസിൻ്റെ ആ ഒരു റേഷ്യോ ആണ് നമ്മൾ പെർ ക്യാപിറ്റ എമിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷനും എമിഷനും കൂടി നോക്കുമ്പോഴേക്കും നമുക്ക് ലോവസ്റ്റ് പെർ ക്യാപിറ്റ എമിഷൻ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യ എല്ലാ നെഗോസിയേഷനിലും ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഡിമാൻഡിനെ അണ്ടർലൈൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ഒരു നെറ്റ് സീറോ ടാർഗറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിം വർക്കിന് ഒരു ഫിക്സ്ഡ് ടൈം കൊണ്ടുവരാനായിട്ടുള്ള എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSP2 സ്കീംസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്, റോവ് കാസ്റ്റ് സ്പ്ലിറ്റ് ഓഫ് മഗ്നരേഗ വേജസ്. സോ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുവർ വില്ലേജസിലുള്ള ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ട് അല്ലേ, പല കമ്മ്യൂണിറ്റീസിലുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഇപ്പം ഈ ഒരു ആർട്ടിക്കിളിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് രാജസ്ഥാനിലെ അജ്മീർ ഡിസ്ട്രിക്റ്റ് ആണ്. സോ ഈ ഒരു പുവർ വില്ലേജേഴ്സൊക്കെ അവരുടെ ആ ഒരു സെലിബ്രേഷൻസ്, ഇപ്പം റീസെൻ്റായിട്ട് വരുന്ന സെലിബ്രേഷനാണ് ദീപാവലി. നവംബർ 4-നാണ് ഈ ഒരു സെലിബ്രേഷൻ. സോ നവംബർ 5-ന് നമുക്ക് ന്യൂസ് പേപ്പർ ഉണ്ടാവില്ല. സോ ഇവരുടെ ഈ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ നല്ലൊരു ദീപാവലി ആഘോഷിക്കണമെങ്കിൽ ഇവർക്ക് ഈ ഒരു സാലറി കിട്ടണം അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു മഗ്നരേഖയുടെ ആ ഒരു വേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവരുടെ ആ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോഴത്തെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സെയിം സൈറ്റിൽ സെയിം നമ്പർ ഓഫ് ഡേയ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഇവരുടെ സാലറി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കമ്മ്യൂണിറ്റീസിന് പെട്ടെന്ന് കിട്ടുന്നു, ചില കമ്മ്യൂണിറ്റീസിന് കിട്ടുന്നില്ല. സോ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും കാസ്റ്റ് ബേസ്ഡ് തന്നെയാണ്. SC STക്കൊക്കെ തന്നെ 15-20 ദിവസത്തിനുള്ളിൽ അവരുടെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള സെഷൻസിനാണെങ്കിൽ 2 മാസം അവർ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് സാലറി വീഴുന്നത്. സോ ഇത് വളരെ സസ്പീഷ്യസ് ആയിട്ടും ഒരുപാട് ടെൻഷൻസ് ആ ഒരു വില്ലേജസിൻ്റെ ഇടയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ റീസെൻ്റ്ലി ഈ ഒരു മഗ്നരേഖയുടെ വേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 20 രൂപ കൂട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് വേജ് എത്രയാണ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSP2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്, നോ ടൈം ബൗണ്ട് പാക്ട് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അറ്റ് G20. സോ G20 സമ്മിറ്റ് കൺക്ലൂഡ് ചെയ്തേക്കുവാണ്. സോ G20 സമ്മിറ്റിൽ ക്ലൈമറ്റ് ചേഞ്ച് പാക്റ്റും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പാക്റ്റുമാണ് കൊണ്ടുവന്നത്. സോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തത് ഡെവലപ്പിംഗ് വേൾഡിനെ എങ്ങനെ സേഫ് ഗാർഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ വേൾഡിലെ എല്ലാ ടോപ്പ് എക്കണോമീസും ഈ ഒരു G20 അല്ലേ. സോ ഇതിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കൗണ്ടർ ചെയ്യാനായിട്ട് പെർ ഇയറിൽ $100 ബില്യൺ പ്രൊവൈഡ് ചെയ്യാനുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഗ്രേറ്റർ ആയിട്ടുള്ള വാക്സിൻ ഇക്വാലിറ്റി കൊണ്ടുവരാനുള്ള എഫേർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ വാക്സിൻ പ്രൊഡക്ഷന് വേണ്ടി ടെക്നോളജിയും ഫൈനാൻസിങ്ങും പ്രൊവൈഡ് ചെയ്യാനായിട്ട് G20 നേഷൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങളിൽ mRNA ഹബ്ബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് G20 സമ്മിറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ
ഇത്തരത്തിലുള്ള ക്രിയേഷൻ ഉണ്ടാവണമെങ്കിൽ ഫണ്ടിങ് വേണം ഇല്ലേ? സോ ഈ ഒരു ഫണ്ടിങ് മൊബിലൈസ് ചെയ്യാനായിട്ട് ഇൻ്റർനാഷണൽ പബ്ലിക് പ്രൈവറ്റ് ഫൈനാൻസിങ് എന്ത് ചെയ്തിട്ടുണ്ട്? മൊബിലൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഗ്രീൻ പ്രോജക്റ്റിനാണ് ഇത്തരത്തിലുള്ള ഫണ്ടിങ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ നമുക്ക് എക്കണോമി നോക്കുകയാണെങ്കിൽ ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റുമുണ്ട്, ബ്രൗൺ ഫീൽഡ് പ്രോജക്റ്റുമുണ്ട്. ബ്രൗൺ ഫീൽഡ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴേക്കും നിലവിലുള്ള പ്രോജക്റ്റിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യുന്നതാണ്. പക്ഷേ ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴേക്കും പുതിയ പുതിയ പ്രോജക്റ്റുകളായിരിക്കും, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകളായിരിക്കും. സോ മെയിനായിട്ട് ഈ ഒരു പബ്ലിക് പ്രൈവറ്റ് ഫൈനാൻസിങ് ഫോക്കസ് ചെയ്യുന്നത് ഗ്രീൻ പ്രോജക്റ്റുകളെയാണ്. ഇതുകൂടാതെ തന്നെ ഈ ഒരു വാക്സിൻ ഇക്വാലിറ്റിയെ പറ്റി പറയുമ്പോഴേക്കും ഈ ഒരു G20 സമ്മിറ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആ ഒരു റെക്കഗ്നേഷനെ പറ്റി പറയുന്നുണ്ട്. സോ കൂടുതൽ വാക്സിൻ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വാക്സിൻ ഇക്വാലിറ്റി പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 2 വാക്സിൻ കാൻഡിഡേറ്റ് ആണുള്ളത്, കോവിഷീൽഡും കോവാക്സിനും. സോ നമ്മുടെ കോവാക്സിൻ്റെ ആ ഒരു ഫൈനൽ അപ്രൂവൽ അതെന്ന് പറയുന്നത് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ 2021 കൂടി പുതിയ കോൾ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർനാഷണൽ ഫണ്ടിങ് എൻഡ് ചെയ്യാനായിട്ട് G20 കൺട്രീസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കോൾ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ഡൊമസ്റ്റിക് കമ്മിറ്റ്മെൻറ്റുകളുണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് കമ്മിറ്റ്മെൻറ്റിനെ പറ്റി ഒരു മെൻഷനിങ്ങും നടത്തിയിട്ടില്ല. അതായത് കോൾ പവർ ജനറേഷൻ എൻഡ് ചെയ്യാനുള്ള ഒരു ഡൊമസ്റ്റിക് കമ്മിറ്റ്മെൻറ്റും ഒരു രാജ്യങ്ങളും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ്, സ്റ്റോപ്പ് ടുബാക്കോ യൂസ്. സോ ഈ ഒരു ആർട്ടിക്കിൾ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. ഈ ഒരു ആർട്ടിക്കിളിൽ കുറേ ഇൻസൈറ്റുകൾ തന്നിട്ടുണ്ട്. ആ ഒരു ഇൻസൈറ്റാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 21 വയസ്സ്, ആ ഒരു 21 വയസ്സ് വരെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റർ ടൊബാക്കോ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന് എൻ്റയർ ലൈഫിൽ ടൊബാക്കോ ഫ്രീ ആയിട്ട് റിമെയിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യങ്സ്റ്റേഴ്സിനിടയിൽ ഈ ഒരു വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ടൊബാക്കോ യൂസേജ് കുറയ്ക്കാനുള്ള മെഷേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ നമുക്ക് തുടച്ചു നിൽക്കാൻ പറ്റുമില്ലേ? സോ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയിലെ ഈ ഒരു ക്യാൻസർ കേസുകൾ നോക്കുകയാണെങ്കിൽ അതിൽ 27%ത്തിൻ്റെയും റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊബാക്കോ ലിങ്ക്ഡ് ആയിട്ടുള്ള റീസൺസ് ആണ്. സോ ഇതുകൊണ്ട് തന്നെ ഈ ഒരു യങ് ഏജിലായിരിക്കും ഈ ഒരു ടൊബാക്കോ യൂസിൻ്റെ ആ ഒരു ഇനിഷ്യേഷൻ ഉണ്ടാവുന്നത്. പിന്നീടാണ് ഇത് റെഗുലർ സ്മോക്കിങ്ങിലേക്ക് മാറിപ്പോകുന്നത്. സോ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ടൊബാക്കോയുടെ സെയിലാണെങ്കിലും യൂസേജ് ആണെങ്കിലും അതിനൊരു ലീഗൽ ഏജ് ഫിക്സ് ചെയ്യണം. 18 വയസ്സിനും 21 വയസ്സെന്നുള്ളത് ഒരു ലീഗൽ ഏജായിട്ട് പ്രൊഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കേസുകൾ കുറയ്ക്കാൻ പറ്റും. സോ ഈ ഒരു ഇൻസൈറ്റ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ നമ്മുടെ കേരള എഡിഷനിലില്ല, പക്ഷേ ഡൽഹി എഡിഷനിലെ PDF നോക്കുമ്പോഴേക്കും എഡിറ്റിങ്ങിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യുന്ന ഈ ഒരു PDF പേജ് നമ്പർ 10 ഇൻഡസ് റിവർ ഡോൾഫിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. പഞ്ചാബ് ഡസ് എ ഡീപ്പ് ഡൈവ് ഫോർ ഇൻഡസ് ഡോൾഫിൻസ്. സോ ഇതിൽ ഒരു ഇമേജ് കാണാം, ഇൻഡസ് ഡോൾഫിൻ ആണ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിൽ മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. സോ വേൾഡിലെ തന്നെ മോസ്റ്റ് ത്രെറ്റൻഡ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് ഇൻഡസ് റിവർ ഡോൾഫിൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കാണാം. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ബ്രൗൺ ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്. ഫങ്ഷണലി ബ്ലൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് എക്കോ ലൊക്കേഷൻ വെച്ചിട്ടാണ് അതിൻ്റെ പ്രേയും കാര്യങ്ങളുമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എക്കോ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം വവ്വാൽ എങ്ങനെയാണോ ഇര പിടിക്കുന്നത് ആ ഒരു എക്കോ, അതിനാണ് ആ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ പറയുകയാണെങ്കിൽ 30 വർഷമാണ്. സോ ഈ ഒരു ഇൻഡസ് റിവർ ഡോൾഫിൻ്റെ IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് ആണ്. സയൻറ്റിഫിക് നെയിം പറയുകയാണെങ്കിൽ പ്ലേറ്റനിസ്റ്റ ഗാൻജറ്റിക്ക മൈനർ. സോ സയൻറ്റിഫിക് നെയിമൊന്നും ഓർക്കണ്ട, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇത് പാകിസ്ഥാനിൽ എൻഡമിക് ആണെന്നാണ് പറയപ്പെടുന്നത്. 1800 സ്പീഷീസാണ് ഇപ്പം നിലവിലുള്ളത്. പക്ഷേ 2007 റിവർ ബയാസിൽ നമ്മളിതിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു പഞ്ചാബ് ഹരിക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആ ഒരു റീജിയനിൽ, ആ ഒരു ലോവർ ബയാസ് റിവറിലാണ് ഈ ഒരു ഇൻഡസ് റിവർ ഡോൾഫിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഒരു 8-10 സ്പീഷീസ് വരും. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രിസർവ് ചെയ്യാനായിട്ട് പഞ്ചാബ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രോജക്റ്റിൽ വേൾഡ് വൈൽഡ് ഫണ്ട് WWFും കൂടി പാർട്ണർഷിപ്പ് ചെയ്യുന്നുണ്ട്.
ഇത് കൂടാതെ തന്നെ 2019 പഞ്ചാബിൻ്റെ ആ ഒരു സ്റ്റേറ്റ് അക്വാറ്റിക് അനിമലായിട്ട് ഇൻഡസ് റിവർ ഡോൾഫിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഈ ഒരു കൺസർവേഷനെ പറ്റി പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇതിൻ്റെ ത്രെറ്റ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. സോ മെയിൻ ആയിട്ടുള്ള ത്രെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ന്യൂമറസ് ആയിട്ടുള്ള ഡാംസിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഒരു ബാരേജസിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ കാരണമാണ് ഇതിൻ്റെ പോപ്പുലേഷൻ നല്ല രീതിയിൽ കുറയുന്നത്. കാരണം ഈ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ വരുമ്പോഴേക്കും ഇതിൻ്റെ പോപ്പുലേഷൻ അങ്ങ് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആയിട്ട് ഇത് സ്മാൾ ഗ്രൂപ്പായിട്ട് മാറും. ഈ ഒരു സ്മാൾ ഗ്രൂപ്പ് ആകുമ്പോഴേക്കും പിന്നീട് മൈഗ്രേഷൻ സംഭവിക്കും. ഇത് കൂടാതെ തന്നെ പോച്ചിങ് ഉണ്ട്. പിന്നീട് ഈ ഒരു ഫിഷ് നെറ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ട്രാപ്പ് ആവുന്നുണ്ട്. ഒപ്പം തന്നെ റിവർ പൊല്യൂഷൻ. സോ ഇന്നലെ പോളാർ ബെയേഴ്സിൻ്റെ എക്സ്റ്റെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചും ആർട്ടിക് ഓഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവർ പൊല്യൂഷൻ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഡോൾഫിൻസിൻ്റെ പോപ്പുലേഷൻ കൗണ്ട് ചെയ്താൽ മതിയെന്ന്. സോ ഡോൾഫിൻ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ പൊല്യൂഷൻ കൂടിയാണ്. സോ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് കൊണ്ടുവരാൻ പറ്റും? സ്റ്റെപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് റിസർച്ച് തന്നെയാണ് എങ്ങനെ ഈ ഒരു ഡോൾഫിൻ്റെ പോപ്പുലേഷനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ഇത്തരത്തിലുള്ള നമ്മൾ മോഡൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും ആ ഒരു റീജിയനിലുള്ള, അതായത് ഇപ്പോൾ ഡോൾഫിനുള്ള ആ ഒരു ഹോട്ട്സ്പോട്ട് സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു റൈപ്പേരിയൻ കമ്മ്യൂണിറ്റീസിനെയും കൂടി ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. സോ കമ്മ്യൂണിറ്റി ലെഡ് ആയിട്ടുള്ള ബയോളജിക്കൽ മോണിറ്ററിങ്ങും കമ്മ്യൂണിറ്റി ലെഡ് ആയിട്ടുള്ള കൺസർവേഷൻ പ്ലാനുകളുമാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും അത്യാവശ്യമെന്ന് പറയുന്നത്. സോ അത്തരത്തിൽ പഞ്ചാബ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ബിയാസ് ഡോൾഫിൻ മിത്രാസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ലെഡ് ആയിട്ടുള്ള ഒരു കൺസർവേഷൻ പ്രോജക്റ്റാണ്. ഒപ്പം തന്നെ ഡോൾഫിൻ എക്കോ ടൂറിസം ഉണ്ട്. സോ ഇന്നത്തെ അനാലിസിസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. കീപ് ലേണിംഗ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.